ഹലോ, ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ വെന്ത എണ്ണ എടുക്കാൻ പോവുക. അപ്പം തേങ്ങ വെന്ത ഞാനൊരു ഫസ്റ്റായിട്ട് ചെയ്യുവാണ്. അപ്പം ഞാനൊരു 4 തേങ്ങ എടുത്തത്. 4 തേങ്ങ എടുത്ത് ചിരവി അതിൻ്റെ 2 പാലെടുത്തത്. 2 പാലെടുത്ത് ഉരുളിയിൽ ഇങ്ങനെ വെച്ച് ആദ്യം നമ്മൾ വല്ലപ്പോഴും ഇളക്കി കൊടുത്താൽ മതി. തേങ്ങാപ്പാലെടുത്തിട്ട് അതിങ്ങനെ ഇളക്കി കൊടുത്ത് അതിങ്ങനെ കുറുകി വന്ന് കോക്കനട്ട് വെർജിൻ ഓയിൽ എന്ന് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാവും 4 വലിയ തേങ്ങയായിരുന്നു. ആ 4 വലിയ തേങ്ങയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന എണ്ണയാണ് ഇത്ര. അപ്പം എത്ര തേങ്ങ എടുത്ത് ആട്ടിയാലാണ് നമുക്ക് ഒരു അരക്കുപ്പി എണ്ണയൊക്കെ കിട്ടുക എന്ന് നമ്മൾ വിചാരിക്കണം. അപ്പം നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന കോക്കനട്ട് വെർജിൻ ഓയിൽ എത്രമാത്രം പ്യൂരിറ്റി ഉണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഞാനിപ്പോൾ ഈ 4 തേങ്ങ എടുത്ത് ഇനിയും മൂക്കാനുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ ഈ തേങ്ങയുടെ ഈ ഇതില്ലേ, ഇതിന് നമ്മൾ മൂത്ത് വരുമ്പം നമ്മൾ പറയുന്നത് കക്കൻ എന്നാണ്. അത് ബ്ലാക്ക് കളറാവണം. അത് ബ്ലാക്ക് കളറായി വന്ന് കഴിയുമ്പോഴാണ്, അത് കഴിഞ്ഞ് നമ്മൾ ഈ ഉരുളി എടുത്തിട്ട് നമ്മൾ ചെരിച്ച് ഇങ്ങനെ വെക്കുമ്പം അതിൽ നിന്നൊക്കെ എണ്ണ ഇങ്ങനെ ഊറി വരും. ആ എണ്ണയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മെഡിക്കേറ്റഡ് വാല്യൂ ഉള്ള ഒരു സംഗതിയാണത്. നമ്മൾ എന്തിനു വേണേലും തേക്കാം, കുഞ്ഞുങ്ങളെ തേപ്പിക്കാം. പിന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ പിങ്കിൾസൊക്കെ വന്നാൽ അത് മാറാനായിട്ട് കുറച്ച് വൈറ്റമിൻ ഇയും ചേർത്ത് കുറച്ച് അലോവേരയും കൂടിയൊക്കെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഒത്തിരി. പിന്നെ ചൊറി, ചെരങ്ങ്, അതിനൊക്കെ ഒരു കൈക്കൊണ്ട ഒരു ഔഷധമാണ് ഈ പ്യുവറായിട്ടുള്ള കോക്കനട്ട് വെർജിൻ ഓയിൽ. അപ്പോൾ ഇത് അത്ര ഈസിയൊന്നും അല്ല വീട്ടിലുണ്ടാക്കാനായിട്ട്. കാരണം ഇതിൻ്റെ പുറകിൽ നല്ലൊരു അധ്വാനമുണ്ട്. ഞാനിതിങ്ങനെ ഉണ്ടാക്കിയപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഓർത്തു. മെയിൻലി ഇത് കാണിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം, വീട്ടിലല്ല എവിടെ ഉണ്ടാക്കിയാലും ഈ 4 തേങ്ങയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് വളരെ കുറച്ച് ഓയിലായിരിക്കും. അത് കാണിക്കാനാണ് ഞാൻ മെയിൻലി ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ മാർക്കറ്റിൽ എത്ര ലോ പ്രൈസിലൊക്കെ കിട്ടുന്നത്, എനിക്കൊരു സംശയമുണ്ട്. പിന്നെ അത് പ്യുവറാണോ? ചിലത് പ്യുവറായിരിക്കും കേട്ടോ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് മെയിൻലി നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. എൻ്റെ പേര് നിർമ്മല ജോസഫ്. ഞാൻ കൊടുത്തേക്കുന്ന എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ കൊടുത്തേക്കുന്ന എൻ്റെ പേര് അമ്മൂച്ച്. ഓക്കെ. അപ്പം എൻ്റെ എണ്ണ ഒരുമാതിരി നല്ലവണ്ണം മൂത്ത് കഴിയുമ്പം നമ്മൾ ഗ്യാസ് ഓഫാക്കണം. കുറച്ച് മുമ്പേ നമ്മൾ ഗ്യാസ് ഓഫാക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഉരുളിയുടെ ചൂടിൽ വീണ്ടും അതൊന്നുകൂടെ മൂക്കുമല്ലോ. അപ്പം തേങ്ങ വെന്ത വെളിച്ചെണ്ണ വല്ലാതെ മൂത്ത് പോകണ്ട. എന്നിട്ട് ഞാൻ ചെയ്തത് ഇത് കണ്ടോ, ഇതിൻ്റെ ഈ തേങ്ങ മൂത്ത ഈ കക്കനെല്ലാം ഞാനിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ആക്കി വെച്ചത്. ഉരുളി കണ്ടോ, ലേശം ഒന്ന് ഞാൻ ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ആക്കി. അപ്പോൾ ഇത് കണ്ടോ, അതിൽ നിന്ന് ആ എണ്ണ മുഴുവൻ ഇങ്ങോട്ട് വാർന്ന് താഴേക്ക് വരും. ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ അരിച്ച് ഇതിലേക്ക് ഒഴിക്കാൻ പോവാം. ഇതുണ്ടോ, എത്ര എണ്ണ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് കാണാം. ഇത് തിരിച്ച് പിടിക്കട്ടോ കുറച്ച് നേരം. അപ്പം കണ്ടോ, 4 തേങ്ങ വെന്തിട്ട് കിട്ടിയ എണ്ണയാണ്. വീട്ടിലൊരു മെഡിസിൻ പോലെ നമുക്ക് സൂക്ഷിക്കാം. ഒരു കുറച്ച് മുഖത്തൊക്കെ ചുളിവുകളൊക്കെ വരുന്നവർക്ക് ഈ എണ്ണ തേക്കുന്നത് ഏറ്റവും നല്ല മെഡിസിൻ ആണെന്നാണ് പറയുന്നത്. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്നതെല്ലാം ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും സാധനങ്ങളെക്കാട്ടിലും നല്ലതാണ്. ഇതിലേക്ക് കുറച്ച് വൈറ്റമിൻ ഇ ഇട്ടിക്കുക. പിന്നെ നമ്മൾ കുറച്ച് അലോവേര ജെല്ലെടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ വിചാരിക്കുന്നത് കുറച്ച് എടുത്തിട്ട് ഇത് 3ഉം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാമെന്നാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, ബൈ.